ഗായ്സ്, എല്ലാവർക്കും സരോവരം ഫാമിലി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടേക്കാ പോകണ്ടെന്ന് അറിയോ? എവിടേക്കാ ബബ്ലൂസേ പോണ്? ഷാർജയിലുള്ള പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിക്കല്ല, കൽബയിലേക്കാണ് പോകേണ്ടത്. കൽബ ഷാർജയ്ക്ക് അടുത്താണ് കേട്ടോ. ഒരു 1.25 മണിക്കൂറൊക്കെ ഉണ്ട് ദുബായിന്ന്, DIPന്ന്. അപ്പം ഹാങ്ങിങ് ഗാർഡൻ എന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഹാങ്ങിങ് ഗാർഡനിൽ എത്തിയിട്ടോ. അപ്പോൾ ടിക്കറ്റ് റേറ്റ് 20 ദിർഹമാണ് വരുന്നത് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർഫോൾസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, രാത്രി കാണാനാണ് ഏറ്റവും ഭംഗി കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ കണ്ട സ്റ്റയർ ഇങ്ങനെ കയറിയിട്ട് ഓരോ സൈഡിലും, അതായത് ഈ വാട്ടർഫോൾസിൻ്റെ ഓരോ വ്യൂവിലും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കണ്ട അങ്ങനെ കെട്ടി പോയിരിക്കുന്നത്. അതേപോലെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു പ്ലേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ താഴത്തേക്കുള്ള വ്യൂ കാണാണ്ട്, വ്യൂ അടിപൊളിയാണ്. പക്ഷെ മുകളിൽ റോഡാണ് കേട്ടോ. നമ്മൾ മുകളിൽ വരെ ഇതുവരെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് വരെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും മാത്രമേ കയറിയുള്ളൂ. മക്കൾ ഇവിടെ കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ അവർ കളിച്ചിട്ട് നിന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലെ കയറി പോയിട്ട് മോള് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു വെള്ളം മേടിച്ചാൽ തന്നെ 17 ദിർഹം കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ എപ്പോഴും വെള്ളം കൈ പിടിച്ചിട്ട് കയറുകയാണ് നല്ലത്. സ്റ്റെയർ ആയതുകൊണ്ട് നമുക്ക് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ അതുവരെ പോയതല്ലേ വിചാരിച്ചിട്ട് മുകൾ വരെ പോയത് കേട്ടോ. അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമായിരിക്കും. കാരണം മലനിരകളിലൂടെയുള്ള ഒരു യാത്രയാണ്. പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ ബിൽഡിങ്സുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മളുടെ ഈ കൽബയിലേക്കുള്ള യാത്ര കേട്ടോ. ഞങ്ങൾ പോയ സമയം ചൂടുള്ളതായതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കുറവായിരുന്നു. എന്നിരുന്നാലും കൽബ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താഴെ നിന്ന് ഈ സ്റ്റെപ്പെല്ലാം കയറി ഓൾമോസ്റ്റ് ഈ ടോപ്പിലെത്തേണ്ടതാണ്. Water.